9 മണിക്കൂർ കൊണ്ട് 4700 രൂപ ഉണ്ടാക്കിയെടുത്ത കഥ കാണിച്ചു തരാം. വാ. മുല്ലക്കൽ ചെറപ്പ് ആലപ്പുഴയിലെ വൺ ഓഫ് ദി മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള ഉത്സവമാണ് ഇത്. ഏറ്റവും കൂടുതൽ ആളുകളുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ കച്ചവടങ്ങൾ നടക്കാനും സാധ്യതയുള്ള സ്ഥലമാണ് ഇത്. ഇവിടെ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് വിൽക്കണം എന്നുള്ള എന്റെ ആഗ്രഹം കൊണ്ട് ഞാൻ ഒരുപാട് ആലോചിച്ചു. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, പണ്ട് എന്റെ കൂട്ടുകാരന്റെ വാപ്പാടെ കടയിൽ ഏറ്റവും കൂടുതൽ വിറ്റ് പോയിട്ടുള്ളത് കളറും ബുക്കാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. സോ അദ്ദേഹത്തെ വിളിച്ചു തിരക്കി. അദ്ദേഹം എല്ലാം പറഞ്ഞു തന്നു. അങ്ങനെ നേരെ വിട്ടു എറണാകുളത്തേക്ക്. അവിടുന്ന് കുട്ടികളുടെ കളറും ബുക്ക് ഹോൾസെയിൽ വിലക്ക് വാങ്ങി. എന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് ഓരോന്നും 3 വീതം ഒരു പാക്കറ്റിലാക്കി. എന്നിട്ട് അതിലേക്ക് ഓരോ ഫ്രീ സ്കെച്ച് വീതം വെച്ചു കൊടുത്തു. ഇതെല്ലാം കൂട്ടുകാരന്റെ വാപ്പാട് ഐഡിയ ആണ് കേട്ടോ. അങ്ങനെ 48-49 പാക്കറ്റോളം ബുക്കുകൾ എന്റെ ഉണ്ടായിരുന്നു. അതുമായിട്ട് നേരെ മുല്ലക്കല്ലിലേക്ക് വിട്ടു. ദേവൻ എനിക്ക് എങ്ങനെ വിൽക്കണമെന്ന് അറിയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ആദ്യത്തെ കുറച്ച് മണിക്കൂറുകൾ ഒരെണ്ണം പോലും വിറ്റുപോയില്ല. കൂട്ടുകാരൻ പറഞ്ഞതനുസരിച്ച് ഒരു സ്ഥലത്ത് നിന്ന് വിൽക്കാൻ തുടങ്ങി. അങ്ങനെ ആദ്യത്തെ ദിവസം 16 പാക്കറ്റ് വിറ്റു. ഡേ 2 കുറച്ചധികം കഷ്ടപ്പാടുണ്ടായിരുന്നെങ്കിലും 18 പാക്കറ്റോളം അന്ന് ഞാൻ വിറ്റു. കുറച്ചധികം ഒച്ചയെടുത്ത് നമ്മൾ വിളിച്ചു പറയുമ്പോൾ ഉണ്ടാകുന്ന തൊണ്ടവേനയും അതുപോലെ തന്നെ കുറെ നേരം നിന്ന് കഴിയുമ്പോൾ ഉണ്ടാകുന്ന കാലുവേനയുമാണ് ഞാൻ ഈ കഷ്ടപ്പാടുന്നത് ഉദ്ദേശിച്ചത്. കഴിഞ്ഞ 2 ദിവസം കൊണ്ട് എനിക്ക് കിട്ടിയ മോട്ടിവേഷനും കോൺഫിഡൻസും കാരണം ഡേ 3 കുറച്ചധികം എനർജി എടുത്തു നിന്ന് ഞാൻ സംസാരിച്ചു. അതുകൊണ്ട് തന്നെ എനിക്ക് മുഴുവൻ പാക്കറ്റ് ബുക്കുകളും വിൽക്കാൻ സാധിച്ചു. അങ്ങനെ ഡെയിലി 3 മണിക്കൂർ മാത്രം സ്പെൻഡ് ചെയ്തുകൊണ്ട് 9 മണിക്കൂർ കൊണ്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തത് 4700 രൂപയാണ്. ഇതിൽ നിന്ന് എനിക്ക് കിട്ടിയ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 2000 രൂപയാണ്. ഈ 2000 രൂപ ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമല്ല ഞാൻ ഇതിലേക്ക് ഇറങ്ങിയത്. ഇത് ഞാൻ എനിക്ക് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ചാലഞ്ച് ആയിരുന്നു. ആദ്യത്തെ ദിവസം ബുക്ക് വിൽക്കാൻ ഇറങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന ഞാനും അതുപോലെ തന്നെ 3-ാമത്തെ ദിവസം ബുക്കുകളെല്ലാം വിറ്റിറങ്ങിയപ്പോൾ ഉള്ള ഞാനും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഇങ്ങനെ നിന്ന് ബുക്ക് വിൽക്കുക എന്ന് പറഞ്ഞാൽ ഒട്ടും നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. നമ്മളെ പരിചയമുള്ളവർ കാണും, ഇവരൊക്കെ നമ്മളെ ജഡ്ജ് ചെയ്യുമോ എന്നുള്ളൊരു തോന്നൽ നമ്മുടെ മനസ്സിൽ ഓട്ടോമാറ്റിക്കലി വരും. ആദ്യ ദിവസങ്ങളിൽ പ്രതീക്ഷിച്ച പോലെ ബുക്കുകൾ വിറ്റ് പോകാതിരുന്നപ്പോൾ, ഒരുപാട് റിജക്ഷൻസ് കിട്ടിയപ്പോൾ ശരിക്കും മനസ്സ് മടുത്തിട്ട് ഇട്ടിട്ട് പോയാലോ എന്ന് വരെ ഞാൻ ചിന്തിച്ചിരുന്നു. പക്ഷെ അപ്പോഴെല്ലാം മനസ്സിലേക്ക് ഓടി വന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് എന്റെ ലക്ഷ്യമാണ്. അതിനേക്കാൾ വലുതല്ല ഈ പറയുന്നതൊന്നും. അങ്ങനെ ആ ബുക്കുകളെല്ലാം വിറ്റ് തീർത്ത് 3-ാമത്തെ ദിവസം ഞാൻ വീട്ടിലേക്ക് നടക്കുമ്പോൾ എനിക്ക് കിട്ടിയ കോൺഫിഡൻസ്, എനിക്ക് കിട്ടിയ സന്തോഷം അത് മറ്റൊന്നിനും തരാൻ പറ്റില്ല.